ഈ അമേരിക്കയിൽ നമ്മൾ ഇവിടെ ട്രംപിനെതിരെ സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് ഈ അമേരിക്കയിൽ നടക്കുന്ന ഒരു സാധനം, ഇപ്പൊ വ്യാപാര കരാറല്ല, അതിന് തൊട്ട് മുമ്പായിരുന്നു തോന്നുന്നു, അവിടെ നടക്കുന്ന ഈ കൂത്താട്ടകുളത്തെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാണ്ടോ? അത് ശരിക്കും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഇൻഡോ US കരാർ 5000 കോടി രൂപയുടെ കരാറാണ്. 5000 കോടി രൂപയുടെ കരാർ ഇന്ത്യ ഒപ്പിടുന്നതോടുകൂടി ഇന്ത്യൻ തീരുവ 16%, അമേരിക്കയ്ക്ക് 16% കുറച്ചു അമേരിക്ക. ഇതുണ്ടാവുന്നതോടുകൂടി ഇന്ത്യയിലെ ഒരു സാധാരണക്കാരൻ ഇവിടെ ഉണ്ടാക്കുന്ന ഏതൊരു ഉൽപ്പന്നത്തിനും നേരിടാവുന്ന ചില ഭീഷണികളുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് നേരിടുന്ന ഒരു ഭീഷണിയുണ്ട്. അത് ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനെയും ബാധിക്കും. ആസിയാൻ കരാറിനെതിരെ അസോസിയേഷൻ ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കരാർ, ആ കരാറിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ആസിയാൻ കരാർ അറബിക്കടലിൽ നിന്ന് പ്രഖ്യാപനമായിട്ടൊക്കെ ഇടതുപക്ഷ പാർട്ടികൾ, എന്താ വിഷയം? ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചാണ് സമരം. ആ വിഷയത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സമരം ചെയ്യുന്നവർക്കുണ്ട്. ആ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ഇന്ന് പ്രത്യേകിച്ച് 1990-കൾക്ക് ശേഷം ലോകം ഓപ്പൺ അപ്പാണ്. നിങ്ങൾക്കിപ്പോൾ ഈ നിമിഷം അമേരിക്കയെ കണക്ട് ചെയ്യാം, ഈ നിമിഷം നിങ്ങൾക്ക് ലോകത്തെ ഏത് രാജ്യത്തെയും കണക്ട് ചെയ്യാം. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ലോകത്തെ ഏത് നിമിഷവും ഏത് ഘട്ടത്തിൽ നടക്കുന്ന എന്ത് വിവരങ്ങളും നമുക്ക് അറിയാൻ പറ്റുമെന്നുള്ളൊരു സമയത്ത് ആ തീരുമാനങ്ങൾ നമ്മളെയും ബാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേക്കണം. ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കുന്നു, റഷ്യ-ഉക്രൈൻ യുദ്ധം നമ്മളെ ബാധിച്ചില്ലേ? റഷ്യ-ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നിങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക്, ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വിസ അതിൻ്റെ പൈസ കൂട്ടും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി 50% തീരുവയിലേക്ക് എത്തിച്ചു. പിന്നെ അതിന്റെ കൂടെ പിഴ. അതിന് പുറമെ ഇപ്പോ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയെന്ന് നിർത്തിയാൽ മാത്രമേ നിങ്ങൾ ടാക്സ് കുറക്കൂ എന്ന് പറഞ്ഞാണ് 16% എത്തിച്ചത്. ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ കാര്യം തീരുമാനിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. എന്നിട്ടാണ് നമ്മൾ കൂത്താട്ടുകുളത്ത് സമരം ചെയ്യുമ്പോൾ അതിനെ ട്രോൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ അവരെയൊക്കെ ബോധ്യപ്പെടുത്തണം. അതിനർത്ഥം അവരുടെ പ്രശ്നമാണെന്നല്ല, ഈ സാർവദേശീയ ബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. എന്താണ് ലോകത്ത് നടക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാം അറിയണമെന്നല്ല, പക്ഷേ അപ്പൊളിറ്റിക്കലായി മാറാതെ എന്താണ് അതുകൊണ്ട് നമുക്കെന്ത് മാറ്റം ഉണ്ടാവും, എന്താണ് നമുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്.